നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അങ്ങനെ 6 വൈൽഡ് കാർഡുകൾ കയറുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചല്ലേ. മിക്കവാറും അത് സംഭവിക്കും എന്നാണ് തോന്നുന്നത്. അല്ല, ഏതാണ്ട് ഒരു 3-4 പേര് കൺഫേം ആയിട്ട് 3-4 പേരുണ്ട്. പേരുകളൊന്നും ഞാൻ പറയുന്നില്ല, ഇങ്ങനെ കൺഫർമേഷൻ 3-4 പേരുണ്ട്. ചിലർക്ക് ചില ഓപ്പണൻസുകളിൽ ഇപ്പോഴും ഒരുപാട് ഞാൻ മെസ്സേജസ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ഇയാൾ വരത്തില്ല എന്നൊക്കെ മെസ്സേജുകൾ കണ്ട്. അത് വരുമ്പോൾ നിങ്ങൾ അങ്ങ് അറിഞ്ഞാൽ മതി സംഭവം. അപ്പൊ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ആരെയൊക്കെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഇനിയിപ്പോ നിങ്ങൾ ചോദിക്കും, നിന്റെ അടുത്ത് പറഞ്ഞിട്ടാണോ അവർ പോയത്, നിനക്ക് എങ്ങനെ അറിയാം എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അതെന്തോ ആയിക്കോട്ടെ, എന്റെ അടുത്ത് പറഞ്ഞിട്ട് പോയതാണോ അല്ലെങ്കിൽ ഞാൻ അല്ലാതെ അറിഞ്ഞതോ എന്തോ ആയിക്കോട്ടെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. മനസ്സിലായില്ല? ആദ്യം നമ്മളവിടെ കയറുന്നത് അഭിഷേക് ജയദേവ് മിസ്റ്റർ ഗേ ആണ്. ഇയാൾ ആരെ ടാർഗറ്റ് ചെയ്യാനായിരിക്കും പോകുന്നത്? നമുക്കറിയാം, LGBTQ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു വ്യക്തിയാണ് അഭിഷേക് പിന്നീട് ജയദേവ്. ഒരു ഗേ കൂടിയാണ്. മിസ്റ്റർ പിന്നീട് ആദ്യത്തെ തന്നെ മിസ്റ്റർ ഗേ, ഒരു ഗേ ആയിട്ട് നിന്നുകൊണ്ട് പിന്നീട് വേൾഡിൽ 2023 ഗേ മിസ്റ്റർ ആയത് ആരാണ്? ഈ പറയുന്ന അഭിഷേക് ജയദേവാണ്. ഇയാളെ ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന ആരെന്നറിയാമോ? ടാർഗറ്റ് ആണെന്ന് വെച്ചാൽ ഇയാൾ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാൻ സാധിക്കുന്നത് അർജുനെയാണ്. ഇനി എന്തുകൊണ്ടാണ് അർജുനെ ടാർഗറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും വളരെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. എന്തുകൊണ്ട് അഭിഷേക് ജയദേവ് എന്ന് പറയുന്ന മിസ്റ്റർ ഗേ എന്തുകൊണ്ട് അർജുനെ ടാർഗറ്റ് ചെയ്യാനാണ് അവന്റെ പ്ലാൻ എന്നല്ലെങ്കിൽ അവന്റെ ഗെയിം പ്ലാൻ അതായിരിക്കും എന്നതിന്റെ ആൻസർ എന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പോ ഞാൻ ഈ പറഞ്ഞൊരു സംഭവം മനസ്സിൽ വെച്ചിരിക്കാം. എന്നെങ്കിലും ഈ വരും ദിവസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞതെന്ന്. അഭിഷേക് ജയദേവ് ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന വ്യക്തി അത് മറ്റാരുമല്ല, അത് നമ്മുടെ അർജുനാണ്. ഓക്കെ, അടുത്തത് വരുന്നത് അഭിഷേക് ശ്രീകുമാർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ LGBTQ കമ്മ്യൂണിറ്റിയെ എന്ത് ചെയ്തു, എടുത്ത് അഗെയിൻസ്റ്റ് പിന്നെ അവർക്കെതിരായിട്ട് വീട് ചെയ്യുകയും ഈ പറയുന്ന എന്താണ് ഒരുപാട് പിന്നീട് പോപ്പുലർ ഈ ഒരു പേരും പറഞ്ഞുകൊണ്ട് വളരെ പോപ്പുലറൊക്കെ ആയ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന അഭിഷേക് ശ്രീകുമാർ. ഈ അഭിഷേക് ശ്രീകുമാറിന്റെ ടാർഗറ്റ് മറ്റാരും ആയിരിക്കില്ല, ജാൻമണിയും ഈ പറയുന്ന അഭിഷേക് ജയകുമാർ എന്ന് പറയുന്ന മിസ്റ്റർ ഗേ ആയിട്ടുള്ള ആ പുള്ളീനെ ആയിരിക്കും ടാർഗറ്റ്. അറിയാലോ, എന്ന് വെച്ചാൽ അവർ പുറത്തെ ഈ പറയുന്ന LGBTQ കമ്മ്യൂണിറ്റിയുമായിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആണ്. അപ്പൊ ഇവരുടെ ടാർഗറ്റ് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഇവർ തന്നെ ആയിരിക്കും എന്നുള്ളത്. ഈ പറഞ്ഞതുപോലെ LGBT കമ്മ്യൂണിറ്റിയിലുള്ള ഈ ആരുമായിട്ട് ഈ ജാൻമണിയും ഈ അഭിഷേക് ജയകുമാറും ആയിരിക്കും അവന്റെ ടാർഗറ്റ്. അടുത്ത് തന്നെ സായി കൃഷ്ണ. ഈ സായി കൃഷ്ണയുടെ ടാർഗറ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അത് ജിൻഡോ ആയിരിക്കാനാണ് ചാൻസ് വളരെ കൂടുതൽ. ജിൻഡോയാണ് സായി കൃഷ്ണയുടെ ടാർഗറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാക്കുക. എനിക്ക് അങ്ങനെ തോന്നുന്നു ഈ പറയുന്ന ജിൻഡോ ആയിരിക്കും ഈ പറയുന്ന സായി കൃഷ്ണയുടെ ടാർഗറ്റ്. മനസ്സിലായോ? ഇനിയിപ്പോ സായി കൃഷ്ണ വരത്തില്ല, സായി കൃഷ്ണ എന്തായാലും ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് മെസ്സേജ് ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഈ തന്നതിൽ ഏറ്റവും കൂടുതൽ ചാൻസും ഒരു 100% തന്നെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു പേരിൽ ഒന്നാണ് സായി കൃഷ്ണ. മനസ്സിലായോ? അതും അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ സായി കൃഷ്ണയുടെ ടാർഗറ്റ് ആരാണ്? ജിൻഡോ ആയിരിക്കും. പിന്നെ അടുത്ത പൂജ കൃഷ്ണ ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന മറ്റാരുമല്ല, അത് ജബ്രി കോംബേനെയാണ് പൂജ കൃഷ്ണ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് ഈ പൂജ കൃഷ്ണ ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന മറ്റാരുമല്ല, മെയിനായിട്ട് പിന്നെ ജാസ്മിൻ, അതിന്റെ കൂട്ടത്ത് ഗബ്രി. അതൊരു ഈസി ടാർഗറ്റ് ആണ്. കാരണം ചെന്ന് അടിക്കാനും അത് അത്രയ്ക്കുള്ള പോയിന്റുകളുണ്ട് നമ്മൾ എടുത്തിട്ട് അടിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായി? അതുപോലെ പ്രേക്ഷക പിന്തുണ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ പൂജ കൃഷ്ണയുടെ ടാർഗറ്റ് 100% എഴുതിത്തരും, അത് ജബ്രി കോംബോയാണ്. പിന്നെയുള്ളത് DJ സിബിനും നന്ദന ആരെന്ന് പോലും എനിക്ക് പിടിച്ചില്ല. ഒരു ഫോട്ടോ വരുന്നു, എനിക്കൊരു പ്രൊഫൈലും കാര്യങ്ങളും ഞാൻ തിരക്കിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു പേര് വരുന്നുണ്ട്, അത് കയറുമോ ഇല്ലെന്നൊന്നും എനിക്കൊരു പിടുത്തമില്ല. അതുപോലെ DJ സിബിൻ, അതിന്റെ കേസും ആരെയാണ് ടാർഗറ്റ്? മിക്കവാറും ഈ DJ സിബിൻ എന്ന് പറഞ്ഞാൽ മിക്കവാറും ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് ജിൻഡോയിനെയും ഈ ജബ്രി കോംബോയിനെയും ആയിരിക്കും മിക്കവാറും അവർ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. നന്ദനയുടെ കേസും ഒരു പിടിയുമില്ല. ചിലപ്പോൾ വല്ല ലവ് കോംബോയും കൊണ്ടായിരിക്കാൻ വരുന്നത്, ആരെങ്കിലും ഉന്നം വെച്ചുകൊണ്ടായിരിക്കാൻ വരുന്നത്, ഒരു പിടുത്തവുമില്ല. അപ്പൊ ഇതാണ് ഇപ്പൊ വരാൻ പോകുന്ന വൈൽഡ് കാർഡ് എൻട്രികളുടെ ടാർഗറ്റ്. മനസ്സിലായോ? അഭിഷേക് ജയദേവ് ആയിക്കോട്ടെ, അഭിഷേക് ശ്രീകുമാർ ആയിക്കോട്ടെ, സായി കൃഷ്ണ ആയിക്കോട്ടെ, പൂജ കൃഷ്ണ, DJ സിബിൻ ആയിക്കോട്ടെ, നന്ദന ആയിക്കോട്ടെ, ഇതാണ് അവരുടെ ടാർഗറ്റ്. ഇനി ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നൊക്കെക്കാൾ ഉപരി ഞാൻ ഈ പറയുന്നത് അവിടെ വെച്ച് നടക്കുന്നു എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.